നല്ല കക്ഷിയാ. ഇതുവരെ റെഡിയായില്ലേ? വേഗം ആവട്ടെ, ബോസ് അവിടെ വെയിറ്റ് ചെയ്യാ. നമ്മൾ എവിടെയാ ചേട്ടാ പോകുന്നത്? അതൊക്കെ പറയാം. അതിനു മുമ്പ് ഒരു നല്ല മലയാളി മങ്കയെ പോലെ ഇതങ്ങോട്ട് ഫിറ്റ് ചെയ്യും. ആഹാ, മുല്ലപ്പൂവാ. മുല്ലപ്പൂ ഇവിടെ കിട്ടുമില്ലയോ എന്ന് ഞാൻ ചോദിക്കാനിരിക്കായിരുന്നു. അതാണ് മനസ്സ് വിചാരിച്ചപ്പോ സാധനം കൈ കിട്ടിയേ. വേഗം ആവട്ടെ, ഒരുങ്ങി ഇറങ്ങും. ഞാൻ കാണിച്ചില്ലേ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഒരു വലിയ 5 സ്റ്റാർ ഹോട്ടല്? അവിടെയാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത്. വേണ്ട ഏട്ടാ, ഈ വലിയ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ ആകെപ്പാടൊരു വെപ്രാളാ. സമാധാനമായിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല. വലിയ വലിയ ഹോട്ടലുകളും വലിയ ആൾക്കാരുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്യാൻ പഠിക്കണം. നമുക്കൊരു ഗ്യാസ് സ്റ്റവ് വാങ്ങി നാഴിയരിയിട്ട് തിളപ്പിച്ച 2 നേരം നല്ല സുഖമായിട്ടുണ്ണ. അതൊക്കെ നമ്മളൊരു വീട്ടിലോട്ട് മാറി. हेलो यस बॉस आध घंटा अमरावती खाने पहुंचे जाओ ओके ओके കേളവന് നിന്റെ പാട്ട് കേൾക്കാനുള്ള തിരക്കാ. ആർക്ക്? അത് ഞാൻ പറഞ്ഞില്ലേ, എന്റെ ബോസിന്. വേണ്ട കേട്ടോ, ഞാൻ അങ്ങനെ ആരുടെ മുന്നിൽ പാടാനൊന്നുമില്ല. അങ്ങനെയാണ് ഞാനോട്ട് വരുന്നില്ല. അത് കൊള്ളാം. നമ്മൾ ഇന്നലെ പോയി നൈറ്റ് ക്ലബിൽ പാടുകയും ഡാൻസ് ചെയ്യുകയും ചെയ്യുന്ന പെൺപിള്ളേരെ കണ്ടില്ലേ നീ? അവരൊക്കെ ഇവിടെ കോളേജിൽ പഠിക്കുന്നവരാ. എത്രയാ സമ്പാദിക്കുന്നതെന്ന് അറിയാമോ? അയ്യേ, ഈ നാണോ മാനോ വിറ്റ് നടക്കുന്നവരെ കുറിച്ചൊക്കെ നമ്മൾ എന്തിനാ അറിയുന്നേ? ഹരിയേട്ടൻ എന്ത് പറ്റിയപ്പോ ഇങ്ങനെയൊക്കെ തോന്നാൻ? നാട്ടിലെ പോലെ അല്ല, ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ പ്രാക്ടിക്കൽ ആണ്. ഇവിടെ പണത്തിനാണ് വില. അപ്പൊ പണം ഉള്ളവൻ പറയുന്നത് നമ്മൾ കേൾക്കണം. ഒരു വലിയ വീടൊക്കെ വാങ്ങി നമുക്ക് മാറണ്ടേ? വലിയ വീടൊന്നും വേണ്ട. ഒരു മുറി, ചെറിയൊരു അടുക്കള, പിന്നെ ഒരു കുളിമുറി. അതൊക്കെ നീ വിചാരിച്ചാ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതിനുള്ള കഴിവും സൗന്ദര്യവും ഒക്കെ നിനക്കുണ്ട്. ബോസ് നല്ലയാളാ. നമുക്കിവിടെ സ്വർഗം പോലെ കഴിയാം. ചിലതൊക്കെ ഒന്ന് കണ്ണടച്ചാ മതി. എന്തേ പറഞ്ഞു വരുന്നത്? ഇതിനാണോ എന്നെ കല്യാണം കഴിച്ചത്? കൃഷ്ണ, ഞാൻ അയാളുടെ നിന്ന് കുറച്ച് കാശ് വാങ്ങിയിട്ടുണ്ട്. നിനക്ക് അത് തിരിച്ചു കൊടുക്കാൻ കഴിയും. പ്ലീസ്, നീ എന്നെ ഒന്ന് സഹായിക്കണം. ചുമ്മാ കള്ള നിങ്ങൾ ഈ പറയുന്നത്. ആർക്കോ കാശ് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ എന്റെ മാലയും വളയൊക്കെ ഊരിക്കൊണ്ടു പോയത്? ഇപ്പൊ എന്നെ വിൽക്കാനായിട്ട്. കൃഷ്ണ, നല്ല 1-ാം തരം ഡയമണ്ട് നെക്ലസ് ആ ബോസ് നിനക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. കൃഷ്ണ, മര്യാദക്ക് റെഡിയാവോ? നീ എന്റെ സ്വഭാവം മാറ്റില്ലേ? നീ വരില്ല. ഇത്രയും ദിവസം നിന്നെ തൊടാതെ കൊണ്ടുവരുന്ന പിന്നെ എന്തിനാന്നാ വിചാരിച്ചത്? മര്യാദക്ക് ഞാൻ പറഞ്ഞ പോലെ നിന്നില്ലെങ്കിൽ നിന്റെ മോന്തയുണ്ടല്ലോ, ആസിഡ് ഒഴിച്ച് കരിച്ചു കളഞ്ഞ. ഒന്നോ രണ്ടോ ദിവസം ബോധമില്ലാതെ ആ കിടപ്പ് കിടന്നതാ. വിശപ്പും ദാഹം സഹിച്ച് മുതലാളി വിളിക്കാൻ പോലും കഴിയാതെ ആന്റി അമ്മച്ചിയുടെ പണത്തിലെ ഫോൺ നമ്പർ എഴുതിയ ബുക്ക് ഞാൻ അറിയാണ്ടാണ് മാറ്റിയത്. എത്ര പെൺകുട്ടികളാ നാട്ടിൽ നിന്ന് ഇങ്ങനെ ചീറ്റ് ചെയ്യപ്പെട്ട് ഇവിടെ വന്നടിയുന്നേ. ജോലി ഓഫർ ചെയ്തും കല്യാണം കഴിച്ചിട്ടുണ്ടോന്നൊക്കെ. കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയോളം കൂടെ താമസിച്ചിട്ടും ഒരിക്കലും ഞങ്ങൾ ഒരുമിച്ച് ഉറങ്ങിയിട്ടില്ല. ആർക്കോ വേണ്ടിട്ടെന്നെ Really so bad. What is she telling? No idea. Smita, what's it? They never had any sexual relationship in the marriage. It's like he was keeping her ready for someone else. Oh, it's really like a story. സ്വന്തം ഭർത്താവിൻ്റെ ഐഡന്റിറ്റി പോലും തിരിച്ചറിയാതെ അയാൾ തന്നെ ചീറ്റ് ചെയ്ത് ഭാഷയും ദേശവും അറിയാതെ ഉള്ള ഒരു ഒറ്റപ്പെടൽ. ഒരു പെൺകുട്ടിക്ക് ആത്മഹത്യ ചെയ്യാൻ ഇതൊക്കെ പോരെ കാരണങ്ങൾ. നീ എന്താ ഇത് വെച്ച് വല്ല സ്റ്റോറിയും ചെയ്യാൻ പോവാണോ? ഒരു സ്റ്റോറി ചെയ്താലോ എന്നാ, ഒരു ഡോക്യുഫിക്ഷൻ മാതിരി. എന്തൊക്കെയോ ചില സത്യങ്ങൾ എൻ്റെ ക്യാമറയുടെ മുമ്പിൽ വന്ന് പെട്ടതുപോലെ.
ഒരു പോസിറ്റീവ് തോട്ട്. അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഈ പെൺകുട്ടിയുടെ പുറകെ ഇങ്ങനെ മൊബൈലും പിടിച്ചോണ്ട്? സോ മെനി ആക്സിഡൻ്റൽ കോയിൻസിഡൻസ്. അതല്ലേ ദുർഗാപൂജയുടെ സമയത്ത് ക്യാമറയുടെ മുമ്പിൽ അവർ ഒന്ന് പെടാനും ഞാൻ അയാളുടെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാനും ഒക്കെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിംഗ് സ്റ്റൈലിൽ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡോക്യുഫിക്ഷൻ മാതിരി. ഒരു സ്റ്റോറിക്ക് നല്ല സ്കോപ്പ് ഉണ്ട്. ഡിജിറ്റൽ ക്യാമറ വെച്ച് കുറച്ചുകൂടെ ക്വാളിറ്റിയിൽ ഷൂട്ട് ചെയ്യും. ദാറ്റ്സ് ക്വൈറ്റ് യൂഷ്വൽ. ഇതിങ്ങനെ റോ ആയിട്ട് ഇതാകുമ്പോൾ ഒരു ചേഞ്ച് ആയിരിക്കല്ലേ. നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എന്താ കോള്? സെക്രട്ടറിങ്ങളിപ്പോ കൈയൊഴിഞ്ഞ പോലെയാ. അവൾ ഇനിയും വല്ല കുഴപ്പവും കാണിച്ച പുള്ളി കുടുങ്ങുമെന്നുള്ള പേടിയാ. തൽക്കാലം ഒരു അറേഞ്ച്മെന്റ്സ് ആകുന്നവരെ നിങ്ങളുടെ ഫ്ലാറ്റിലെ അവളെയും കൂടി ഒന്ന് അക്കോമഡേറ്റ് ചെയ്യണം. അത് കൊള്ളാലോ. അത് ശരി. ഹേയ്, ഒരു സർവന്റിനെ പോലെ മതി. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണല്ലേ? സി, ഒരു പെണ്ണിന് ഇങ്ങനെ ഒരു അവസ്ഥയില് നമ്മളും കൂടി ഉപേക്ഷിച്ചാലോ? എനിക്കിവിടെ ആരുമില്ല സാറേ, എന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. ശബ്ദമില്ല, എന്തോ കണ്ട് പേടിച്ചതാ. പ്രേതോ? ആരുടെയാ? ഹരിയുടെയാ? ആഹാ. എന്താ അങ്കിളെ? ഓ, അതാണോ? ഇന്നലെ രാത്രി വിൻഡോയുടെ 2 ഗ്ലാസ് ആരോ എറിഞ്ഞ് പൊട്ടിച്ചു. അതിന് ഡിം ഡിം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അതൊന്നും ആയിരിക്കില്ല. സമാജത്തിന്റെ ഇലക്ഷനൊക്കെ എടുത്തു വരികയല്ലേ, ചന്ദ്രേട്ടന്റെയും ഗ്രൂപ്പിന്റെ പണിയായിരിക്കും അല്ലേ? എന്തായാലും കൊള്ളാം. ഞാൻ നോക്കുമ്പോ ഡ്രോയിങ് റൂമിന്റെ തറയിൽ കിടക്കുമായിരുന്നു. നാട്ടിലാണെങ്കിൽ വല്ല മാടനും അടിച്ചിട്ടാന്ന് വിചാരിക്കായിരുന്നു. അതൊക്കെ അങ്കിളിന് വെറുതെ തോന്നുന്ന. സ്മിതയുടെ ഒക്കെ ഫ്ലാറ്റിൽ അവള് സുഖമായിട്ട് താമസിക്കുന്നുണ്ട്. ആശുപത്രി പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ആ കുട്ടി ഒന്ന് കയറി കണ്ടേക്ക്. പ്രേതത്തിന്റെ പിണക്കൊക്കെ മാറുമല്ലോ. അതാ പുള്ളിക്കാരന് പേടി. ആശുപത്രിയിൽ നിന്ന് ഡെഡ് ബോഡി തിരിച്ചു വാങ്ങി ദഹിപ്പിച്ചാലേ പുള്ളിക്കാരന് സമാധാനം ആവൂന്ന്. ആണോ എങ്കിലേ? അതൊന്നും ഇനി നടക്കില്ല. അതൊക്കെ ഇപ്പൊ പിള്ളേര് കീറി മുറിച്ച് മോർഫലിലിട്ട് ചുക്കി ചുളിഞ്ഞൊരു പരിവായി കാണും. അങ്ങനെ ഒരു കാര്യം ചെയ്യും, ആ കൃഷ്ണനെ വിളിച്ചുകൊണ്ട് അയാൾക്ക് വേണ്ടി വല്ല കർമ്മവും ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ വല്ലതും നോക്ക്. ആ പ്രേതത്തിന്റെ കാര്യം ഈ പറയുന്നത്. ഈ അങ്കിളിന്റെ ഒരു കാര്യം. ആഹാ, നല്ല പണിയാണല്ലോ പെണ്ണെ. ഇങ്ങനെയാണ് ദോശ ചൂടുന്നേ? അതല്ല കൊച്ചമ്മ, ഞാൻ അറിയാതെ. അറിയാൻ വയ്യാത്ത പണിയാണ് കയറി ഏക്കരുത്. ഈ അടുക്കള പണി എന്ന് പറഞ്ഞ ശകല ഉത്തരവാദിത്വം കൊണ്ട് ഞങ്ങൾ വല്ല ബ്രെഡ് എടുത്തോണ്ട് പോയിക്കൊണ്ടേനെ. ഇല്ല കൊച്ചമ്മ, ഇരുന്നോളൂ.
എന്താ നീ വിളിച്ചേ? ഇല്ല കൊച്ചമ്മ. എനിക്ക് എന്തായാലും അത്രയ്ക്ക് പ്രായം വിചാരിച്ചോ കൊച്ചമ്മയെന്ന് വിളിക്കാൻ? അതല്ല ചേച്ചി, നാട്ടിലെ ജോലിക്ക് നിൽക്കുന്നവർ അങ്ങനെയാ ചേച്ചി വിളിക്കുന്നത്. ഓഹോ, ഇപ്പൊ കൊച്ചമ്മാന്ന് പോയി ചേച്ചിന്നായോ? ആരാണ് നിന്റെ ചേച്ചി? എനിക്ക് എത്ര വയസ്സുണ്ടെന്ന് നിന്റെ വിചാരം? ഒരു കൊച്ചു പെണ്ണ് വന്നിരിക്കുന്നു ചേച്ചിന്ന് വിളിക്കാൻ. ക്യാ ഹുവാ? ये मुझे आंटी क्या बुला रही है? ഞാൻ ആന്റി എന്നൊന്നും വിളിച്ചിട്ടില്ല. ആ, നിനക്ക് ഹിന്ദിയൊക്കെ മനസ്സിലാവൂലേ? അപ്പൊ ഒന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു വിളച്ചില്ല. എന്റെ ശീലേ, നീ ആ കൊച്ചിനെ വെറുതെ വട്ടാക്കല്ലേ. മതി നിന്റെ റാഗിംഗ് ഒക്കെ. അതിന് ഈ കൊച്ചത്ര പാവൊന്നുമല്ല. ആണോ കൊച്ചേ? അയ്യോടാ, അതിൽ കരയാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അത് ശരി, ഇതൊക്കെ വെറും സാമ്പിളാ. ഇവിടെ വെടിക്കിട്ട് കിടക്കുന്നേ ഉള്ളൂ. കൃഷ്ണ, ദേ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇവിടെ ഇങ്ങനെ കരഞ്ഞു പിഴിഞ്ഞൊന്നും ഇരിക്കാൻ പറ്റില്ല. ഞങ്ങളെയൊക്കെ നോക്കേ, എത്ര സ്മാർട്ടാ. ഞങ്ങളുടെയൊക്കെ പ്രോബ്ലംസ് നോക്കുമ്പോ തനിക്ക് ഒന്നുമില്ലടോ. അറ്റ്ലീസ്റ്റ് താൻ അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. അതെ, അത് തന്നെ ഭാഗ്യം. ഞങ്ങൾ സ്റ്റുഡിയോയിൽ ജോലി ചെയ്യുന്നു. കൃഷ്ണയ്ക്ക് അറിയാവുന്ന പണി വീട്ടിൽ ചെയ്യുന്നു. അത്രേ ഉള്ളൂ. हम सबको एक ही उम्र है ना, तो हम सबको नाम से ही पुकारो, मालूम? ഈ തടിച്ച് എന്താ പറഞ്ഞെന്ന് മനസ്സിലായോ? മാലൂം എന്ന് പറഞ്ഞ മനസ്സിലായോന്ന്? मालूम? നഹി മാലോ. अरे वाह, वेरी गुड. നമ്മളൊക്കെ ഒരേ പ്രായമായതുകൊണ്ട് പേര് വിളിച്ചാ മതിയെന്ന്. शीला को थोड़ा ज्यादा ही है, वो छोड़ दो, मालूम? നഹി മാലോ. ആകാശത്ത് ഉമ്മ വെക്കാന്ന്. ആഹാ, ഹിന്ദിയൊക്കെ പഠിച്ചോ? തോടാ തോടാ മാലോ. अच्छा, ऐसे हिंदी मालूम हो तो चलो और हिंदी में बात करें. അയ്യോ, ബടബടാന്ന് ഓടിച്ചുവിട്ടാ എനിക്കൊന്നും മനസ്സിലാവില്ല. हाँ? കുറച്ച് കൈ കൊണ്ട് ആക്ഷൻ ഒക്കെ കാണിച്ചാ കൊറേയൊക്കെ പിടിച്ചെടുക്കാൻ പറ്റും. എന്തോ പിടിച്ചെടുക്കുന്ന കാര്യമാ. She sings very well. Yeah, she can be a good singer, but somebody has to support her. Yeah, let's give her a chance in Kaili Samaj's music album, right? Yeah, that's a great idea. ഞാൻ വേണമെങ്കിൽ അങ്ങ് മാറിയേക്കാം. എനിക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് ഒന്നും മനസ്സിലാവുന്നില്ല. എന്തിനാ വെറുതെ കട്ടുറുമ്പാവുന്നേ? നിന്റെ കാര്യം അടി പറഞ്ഞത്. സമാജം ഇറക്കുന്ന മ്യൂസിക് ആൽബത്തിൽ നിന്നെ കൊണ്ടൊരു പാട്ട് പാടിപ്പിക്കണമെന്ന്. വെറുതെ കളിയാക്കാതെ. ഞങ്ങളവിടെ മഠത്തിൽ അങ്ങനെയായിരുന്നു. കന്യാസ്ത്രീകളെ നിർത്തിക്കൊണ്ട് അവരുടെ കുറ്റങ്ങളൊക്കെ മറുഭാഷയിൽ അങ്ങ് തട്ടിവിടും. ജൈനാൻ പൈനെറിഞ്ഞത് നീ നിങ്ങൾക്ക് മനസ്സിലായിനായോ? എന്താ എന്ത്? ജൈനാൻ പൈനെറിഞ്ഞത് നീ നിങ്ങൾക്ക് മനസ്സിലായിനായോ? എന്താണെന്ന് വല്ലതും പിടികിട്ടിയോ? ഇതെന്താ കൊങ്ങിണി ഭാഷയെ? കൊങ്ങിണിയും കിങ്ങിണിയും ഒന്നുമല്ല, മലയാളമാ. പറ.